വൈകുന്നേരത്തെ ഫുട്ബോൾ കളിയെല്ലാം കഴിഞ്ഞ് പാടവരമ്പിലൂടെ വീട്ടിലേക്ക് പെട്ടെന്നെത്താനായി ആ 8 വയസ്സുകാരൻ വേഗത്തിൽ ഓടി. ഇടയ്ക്ക് ഇന്നലത്തെ മഴയ്ക്ക് ചെളി നിറഞ്ഞ കുഴികളിൽ കാല് തട്ടി വീഴാൻ പോയവൻ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ പായുകയായിരുന്നു. ആകാശം രാത്രിയാകാനുള്ള ഒരുക്കത്തിലായതുകൊണ്ടുതന്നെ ഇത്ര നേരം വൈകി വന്നതിന് ടെൻഷനോടെ കാത്തിരിക്കുന്ന ഉമ്മാന്റെ മുഖം മാത്രമായിരുന്നു അവന്റെ ഓർമ്മയിൽ. ഒപ്പം കയ്യിലെ ചെറുവടിയും. പാടവഴിയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ഇടവഴി കയറിയത് കുറച്ചകലെ വീടിന്റെ തൊട്ടടുത്തായി നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ കണ്ടതും അവന്റെ കുഞ്ഞി കണ്ണുകളൊന്ന് വിടർന്നു. ആരോ വന്നിട്ടുണ്ട്. വന്നതാരാണേലും അവർ കൊണ്ടുവന്ന പലഹാരങ്ങൾ മാത്രം മനസ്സിൽ കണ്ട് കുഞ്ഞുപല്ല് കാട്ടിയുള്ള ചിരിയോടെ വീടിന്റെ മുറ്റത്തേക്ക് ഓടിക്കയറിയവൻ. എന്നാൽ വീടിന്റെ മുറ്റത്തായി നിൽക്കുന്ന ആൾക്കൂട്ടവും അവരുടെ പതുങ്ങിയ സംസാരവും അവന്റെ നടത്തം പോലും നോക്കി സഹതാപത്താൽ നോക്കി നിൽക്കുന്നവരും കാര്യം മനസ്സിലാകാതെ എല്ലാവരെയും നോക്കി പതിയെ നടന്നവൻ തൊട്ടുമുന്നിലായി നിർത്തിയിട്ടിരിക്കുന്ന എന്തോ ഒന്നിൽ പോയിടിച്ചതും വേഗതയോടെ മുന്നിലേക്ക് നോക്കി. വെള്ള നിറത്തിൽ പെയിന്റ് അടിച്ചിരിക്കുന്ന വണ്ടി. സൂക്ഷിച്ചു നോക്കി മുന്നിലായി വന്നു നിന്നവന്റെ കണ്ണുകൾ ഒന്ന് പിടഞ്ഞുപോയി. ആംബുലൻസ് എന്നെഴുതിയിരിക്കുന്ന വാഹനം. ഒപ്പം സ്കൂളിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനം. ഇതെന്തിനിവിടെ നിർത്തിയിട്ടിരിക്കുന്നു? ആ ഒരു ചിന്ത മനസ്സിൽ വന്ന നേരം തന്നെ വീടിനുള്ളിൽ നിന്ന് ചെറുതായി പുറത്തേക്ക് വരുന്ന കരച്ചിൽ അതവന്റെ കുഞ്ഞു ഹൃദയത്തെ പൊള്ളിച്ചിരുന്നു. ചുറ്റുമുള്ള ആരെയും നോക്കാതെ പതുങ്ങി നടന്നവൻ ഗ്രില്ലിട്ടിരിക്കുന്ന ഉമ്മറം കടന്നതെ അവനെ കണ്ട് അവിടെ നിൽക്കുന്ന ചിലർ മാറിക്കൊടുത്തു. ഇട്ടിരിക്കുന്ന കുഞ്ഞു ഷർട്ടിന്റെ തുമ്പിൽ പിടിച്ചു വലിച്ചവൻ ടെൻഷനോടെ മുഖം ഉയർത്തി നോക്കിയത് ഹാളിലെ പായയിലായി കിടത്തിയിരിക്കുന്ന രൂപത്തിലേക്കായിരുന്നു. വൈകി വരുന്ന തന്നെ കാത്ത് ഉമ്മർത്ത് നിൽക്കുന്ന ഉമ്മാക്കു പകരം നിലത്തായി കിടക്കുന്ന ശരീരത്തിന് മുന്നിൽ വന്നു നിന്നത് അടുത്തായിരിക്കുന്ന പലരുടെയും കരച്ചിൽ ചീലുകളുടെ ശബ്ദം കൂടിയതും ഉമ്മയെ അണുവിട നോട്ടം മാറ്റാതെ നോക്കിയിരുന്നവന്റെ കണ്ണുകൾ ഈർഷ്യയോടെ അവരെ നോക്കിപ്പോയി. ഉറങ്ങുന്ന ഉമ്മാനെ എണീപ്പിക്കാനായി ഇവരെന്തിന് കരയുന്നു? മനസ്സിൽ തളം കെട്ടിയ ചോദ്യവുമായി നിന്നവൻ മുട്ടുകുത്തി അവിടെ ഇരുന്നു കൊണ്ട് നോക്കിയത് അവന്റെ ഉമ്മാനെ മാത്രമായിരുന്നു. തന്നെ ഇപ്പോൾ കണ്ടാൽ ചിരിയൊതുക്കി കുളിക്കാൻ വഴക്കു പറയുന്ന ഉമ്മ, കുളിച്ചു വന്നാൽ കുഞ്ഞിപ്പള്ളം നിറയെ ഭക്ഷണം വാരി തന്ന് നിസ്കരിക്കാനായി പള്ളിയിലേക്ക് ഒരുക്കി വിടുന്ന ഉമ്മ. എന്നിട്ടും ഇപ്പോഴെന്തേ താൻ വന്നത് അറിയാതെ കിടക്കുന്നു?